ഹായ് ഫ്രണ്ട്സ്, നമ്മളെ കയ്യിൽ വിൻഡോസിൻ്റെ സിസ്റ്റം കൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ട്രിക്കാണിത്. അപ്പോൾ ഞാൻ സംഭവം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ സാധാരണ കേസിൽ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാനാണെങ്കിൽ നമ്മൾ ഈ സ്റ്റാർട്ട് ബട്ടണിലേക്ക് പോയി പിന്നെ നമ്മൾ ഈ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇങ്ങനെ അതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ കൂടി നമുക്കുണ്ട്. കുറച്ചും കൂടി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് വേയിൽ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാധാരണ പോലെ തന്നെ ഡെസ്ക്ടോപ്പിലേക്ക് പോവാം. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ന്യൂ എടുക്കുക. ന്യൂവിൻ്റെ അകത്ത് നമുക്ക് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഷോർട്ട് കട്ട് കീയിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ സ്ലൈഡ് ടു ഷട്ട് ഡൗൺ. അപ്പോൾ അത് നമ്മൾ സ്പേസ് ഒന്നും ഇല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിയിലുള്ള നെക്സ്റ്റ് അടിക്കുക. അപ്പം ഇത് പിന്നെ അവർ ചോദിക്കും എന്ത് പേരാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടതെന്നുള്ളത്. അതും നമ്മൾ ജസ്റ്റ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു പേരിൽ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞ പേരിൽ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ ട്രിക്ക്. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് അടിച്ചത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എന്താ ആയെന്ന് വെച്ചാൽ ജസ്റ്റ് അതിനുള്ള ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി വേറെ തന്നെ ഒരു സെറ്റപ്പ് വരിക ചെയ്തത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് താഴോട്ടേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മൗസ് വെച്ചിട്ട് തന്നെ നമ്മൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സിസ്റ്റം ഷട്ട് ഡൗൺ ആവുന്നതായിരിക്കും. മുകളിലോട്ടേക്ക് പൊന്തിച്ചാൽ നമുക്കത് ക്യാൻസലും ചെയ്യാം. ഇപ്പോൾ ഞാൻ മുകളിലോട്ടേക്ക് പൊന്തിക്കുക ചെയ്യുന്നത്, കാരണം എനിക്ക് ഇപ്പോൾ ഷട്ട് ഡൗൺ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് വീഡിയോ കട്ടാവും. അപ്പോൾ ഈ ഒരു ട്രിക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു ട്രിക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഐക്കൺ കാണുമ്പോൾ ഒരു രസമില്ലാത്ത പോലെ ഉണ്ട്. അപ്പോൾ അതിനും നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ നേരെ ഐക്കൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസിനകത്ത് നമുക്ക് ചേഞ്ച് ഐക്കൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഐക്കണിൻ്റെ ഒരു സ്റ്റൈലും നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഐക്കൺസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഫാൻസിയായി നമുക്ക് കുറച്ചും കൂടി വൃത്തിയിൽ നമുക്ക് സ്റ്റൈലാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ആ ഒരു കീ. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പവറിൻ്റെ തന്നെ ബട്ടനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോ മാറിയിട്ട് ആ ഐക്കൺ മാറിയിട്ട് പവറിൻ്റെ ഐക്കണായിട്ട് മാറും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ മാറിയത്. അപ്പോൾ ഇതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇത് വിൻഡോസ് 11 മാത്രമല്ല, വിൻഡോസിൻ്റെ ഡൗൺ വേർഷൻസിലും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ ട്രിക്സ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്